ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബ വിചാരത്തിൻ്റെ പുതിയ പതിപ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ഫാമിലി ആൻഡ് ദ പോസ്റ്റ് ട്രൂത്ത് ഇറ കൾച്ചർ, കുടുംബവും സത്യാനന്തര യുഗ സംസ്കാരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. സത്യത്തെ സംരക്ഷിക്കുന്ന കുടുംബം തീർച്ചയായിട്ടും സമൂഹത്തിന് പ്രത്യാശ നൽകും എന്നതിൽ സംശയമില്ല. ഇന്ന് നാം ജീവിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് ഇറായിലാണ്. സത്യാനന്തര കാലം എന്നറിയപ്പെടുന്ന ഒരു കാലത്തിലാണ്. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കിനെ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് പ്രഖ്യാപിച്ചു. പോസ്റ്റ് ട്രൂത്ത് എന്നതിൻ്റെ അർത്ഥം വസ്തുതകളേക്കാൾ വികാരങ്ങളും വ്യക്തിപരമായ വിശ്വാസങ്ങളും ജനങ്ങളുടെ തീരുമാനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്ന അവസ്ഥ എന്നതാണ്. ഇന്ന് സമൂഹത്തിൽ പലരും ചോദിക്കുന്നത് സത്യമാണോ എന്നതല്ല, ഇതെനിക്ക് ഇഷ്ടമാണോ എന്നതാണ്. സത്യത്തേക്കാൾ ഉപരി ലൈക്സിനാണ് പ്രാധാന്യം എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ, തെറ്റായ വിവരണങ്ങൾ, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്നിവ കൃത്രിമമായി നിർമ്മിച്ച ചിത്രങ്ങൾ പോലും തെറ്റായ പ്രചരണങ്ങൾ നൽകുന്ന കാലത്തിലാണ് ജീവിക്കുന്നത്. ഇവ കുടുംബങ്ങളുടെ ചിന്തയെയും വിശ്വാസത്തെയും ബന്ധങ്ങളെയും ആഴമായി സ്വാധീനിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. യേശു കർത്താവ് പറഞ്ഞു, അതെ, ഞാനാണ് വഴിയും സത്യവും ജീവനും. സത്യത്തെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളാകുമ്പോഴാണ് ഈ കാലത്തിൽ ശക്തമായി സമൂഹത്തെ നിർമ്മിക്കുന്ന കുടുംബങ്ങളായി നിലനിൽക്കാൻ ഇടയാകുന്നത്. ഒന്ന്, സത്യത്തിൽ അധിഷ്ഠിതമായ കുടുംബം വിശ്വാസം വളർത്തുന്നു. ട്രൂത്ത് ബിൽഡ്സ് ട്രസ്റ്റ്. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേ, കുടുംബങ്ങൾ ബന്ധങ്ങളുടെ അടിത്തറ എന്നതാണ്. ഫാമിലി സിസ്റ്റം തിയറി അനുസരിച്ച് പറയുന്നുണ്ട്, കുടുംബത്തിൽ ആവർത്തിച്ചുള്ള കള്ളങ്ങളും മറച്ചുവെക്കലും ഒക്കെ വിശ്വാസത്തെ തകർക്കുന്നു. വിശ്വാസം തകരുമ്പോൾ ഭയവും സംശയവും മാനസിക അകലവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലൊരു പിതാവ് എല്ലാ സന്ധ്യയിലും വീട്ടിലെത്തുമ്പോൾ ഓഫീസിലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി അദ്ദേഹം പല ദിവസങ്ങളിലും ഓഫീസിൽ ചെല്ലുന്നില്ല, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു. അതേ, ഈ പ്രശ്നം എന്താണ്? പരസ്പരമുള്ള സത്യമില്ലായ്മയാണ് ആ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ പ്രയാസമുള്ളതായി തീരുന്നതിന് ഇടയാകുന്നത്. പിന്നീട് പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾ കോപിക്കും എന്ന് കരുതിയാണ് സത്യം പറയാതെ ഇരുന്നത്. കോപം ഏതാനും മണിക്കൂറുകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കള്ളം പറഞ്ഞത് മൂലം നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നേടാൻ വളരെ നാളുകൾ എടുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായി യേശുവിനെ കണ്ടപ്പോൾ തൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചില്ല, സത്യം ഏറ്റുപറഞ്ഞു. ആ സത്യസന്ധതയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും കുടുംബവും അനുഗ്രഹീതമായി തീരുന്നതിന് ഇടയാകുന്നത്. സത്യം പറയുന്ന കുടുംബങ്ങളിൽ സുരക്ഷിതത്വം വളരും എന്നതിൽ സംശയമില്ല. രണ്ടാമതായി, വിവേചന ബുദ്ധിയുള്ള കുടുംബം തെറ്റായ വിവരങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നു. ഡിസേൺമെൻറ്റ് പ്രൊട്ടക്ട്സ് ഫാമിലീസ്. ദൈവവചനത്തിൽ നാം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, 1 തെസ്സലോനിക്കർ 5:21 എല്ലാം പരിശോധിച്ച് സത്യമായതിനെ, നല്ലതിനെ മുറുകെ പിടിപ്പിൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ലതിനെ മുറുകെ പിടിക്കുവാനുള്ള മനസ്സ് നമ്മുടെ കുടുംബത്തിൽ ഇടയാകണം. മനുഷ്യർ പലപ്പോഴും കൺഫർമേഷൻ ബയാസ് മാനസിക പ്രവണതയിൽ വീഴുന്നു. അതായത് സ്വന്തം അഭിപ്രായത്തെ അനുകൂലിക്കുന്ന വാർത്തകൾ മാത്രമാണ് പലപ്പോഴും വിശ്വസിക്കുന്നതിന് ഇടയായിത്തീരുന്നത്. വിരുദ്ധമായ തെളിവുകളൊക്കെ അവഗണിക്കപ്പെടുകയാണ്. പോസ്റ്റ് ട്രൂത്ത് സംസ്കാരം ഈ ബലഹീനതയെ മുതലെടുക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലൊരു കുടുംബത്തിന് വാട്സാപ്പ് വഴി ഒരു സന്ദേശം ലഭിച്ചു, ഈ ബാങ്ക് നാളെ അടയ്ക്കും, പണം പിൻവലിക്കൂ. സ്ഥിരീകരിക്കാതെ വന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം അവർ വിശ്വസിച്ചു. പിന്നീട് അത് വ്യാജ വാർത്തയാണെന്ന് തെളിഞ്ഞു. ഈ സംഭവം കുടുംബത്തെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല. എല്ലാ കാര്യങ്ങളും സത്യം ഏതാണ് എന്ന് വീണ്ടും ഉറച്ച് പരിശോധിച്ച് വിശ്വസിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 11-ാം വിശ്വാസികളെക്കുറിച്ച്, ബെരോവയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസിൻ്റെ പ്രസംഗം തിരുവെഴുത്തുകളുമായി അവർ ഒത്തുനോക്കി പരിശോധിച്ചു.
വിശ്വാസം എന്നത് അന്ധവിശ്വാസമായി പോകാൻ ഇടയാകരുത്. വിവേചന ബുദ്ധിയോടെയുള്ള വിശ്വാസമാണ് ശരിയായ വിശ്വാസമായി തീരുന്നതിന് ഇടയാകുന്നത്. തീർച്ചയായും നമ്മുടെ ഭവനങ്ങളോട് ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഇടയാകണം. നാം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, ഈ വാർത്തയുടെ ഉറവിടം എന്താണ്? ഈ വാർത്തകൾക്ക് തെളിവുണ്ടോ? ഇത് പങ്കുവെച്ചാൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? നാം പങ്കുവയ്ക്കുന്ന വാർത്തകളിലൂടെ സ്നേഹവും സത്യവും വളർത്തുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായും കുറേ കൂടെ നമ്മുടെ പങ്കുവയ്ക്കലുകൾ അനുഗ്രഹീതമാക്കി തീർക്കാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമതായി, ക്രിസ്തു കേന്ദ്രീകൃത കുടുംബം പോസ്റ്റ് ട്രൂത്ത് സംസ്കാരത്തിൽ പ്രത്യാശയുടെ വെളിച്ചമായി തീരുന്നതിന് ഇടയാകുമെന്നതാണ്. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ഫാമിലീസ് ബിക്കം ബീക്കൺസ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ഉറവിടങ്ങളായി ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ മാതൃകയ്ക്ക് അനുരൂപരാകാതെ തീരുന്നതിനിടയാകണമെന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകത്തിൻ്റെ മാതൃകകൾക്ക് അനുരൂപരായി തീരുന്നതിന് ഇടയായിത്തീരരുത്. മനഃശാസ്ത്രം പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന കുടുംബങ്ങൾക്ക് 3 ശക്തികളുണ്ട്. ഒന്ന്, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന കുടുംബങ്ങൾ തീർച്ചയായും വ്യക്തമായ മൂല്യങ്ങളുള്ള കുടുംബങ്ങളായിത്തീരും. പരസ്പര പിന്തുണയുള്ള കുടുംബങ്ങളായിത്തീരും. ആത്മീയ അടിത്തറയുള്ള കുടുംബങ്ങളായിത്തീരും. മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബങ്ങൾ പുറത്തെ സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും എളുപ്പത്തിൽ കീഴടക്കുന്നതിന് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു കൗമാരക്കാരൻ സോഷ്യൽ മീഡിയയിലെ വ്യാജ വിജയകഥകളും ആഡംബര ജീവിതശൈലിയും കണ്ട് നിരാശനായി. അദ്ദേഹം ആ കുഞ്ഞിങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിന് വിലയില്ല എന്നവൻ പറഞ്ഞു. എന്നാൽ മാതാപിതാക്കൾ ദിവസവും അവനോടൊപ്പം ഇരുന്നു, അവനോടൊപ്പം സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തി, ദൈവവചനം ഒരുമിച്ച് വായിച്ചു, പ്രാർത്ഥിച്ചു, യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു. ക്രമേണ അവൻ തിരിച്ചറിയുകയാണ്, ജീവിത മൂല്യം എന്നത് സോഷ്യൽ മീഡിയയിലെ പ്രശസ്തിയിലല്ല, ദൈവത്തിൻ്റെ വിളിയിലാണ്. അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവവിളി യാഥാർത്ഥ്യമാക്കുന്നതിലാണ് ജീവിത വിജയമെന്ന് തിരിച്ചറിയുന്നതിനിടയായി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ദാനിയേലും സുഹൃത്തുക്കളും ബാബേലിൻ്റെ സംസ്കാരത്തിൽ ജീവിച്ചെങ്കിലും അവരുടെ മൂല്യങ്ങൾ അവിടെ വിട്ടുകൊടുക്കുന്നതിന് ഇടയായിത്തീരുന്നില്ല. സംസ്കാരങ്ങളുടെ സ്വാധീനങ്ങൾക്കിടയിലും അവരുടെ ജീവിത സംസ്കാരത്തിന് ഒരിക്കലും ആ നിലനിന്ന സംസ്കാരത്തിന് അടിമകളായി തീരുന്നതിന് ഇടയാകുന്നില്ല. ഇന്നത്തെ കുടുംബങ്ങൾക്ക് വലിയ മാതൃകയാണ്. അതെ, ഒരിക്കലും സംസ്കാരങ്ങൾ നമ്മെ കീഴടക്കുന്നതിന് ഇടയായിത്തീരരുത്. ദിവസവും നമ്മുടെ കുടുംബത്തിലെ ഒരുമിച്ചുള്ള സംസാരവും ഒരുമിച്ചുള്ള ചർച്ച ചെയ്യലുകളും ഒരുമിച്ചുള്ള പങ്കുവയ്ക്കലുകളും തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളെ ഈ കാലത്ത് സത്യത്തിന് ഒപ്പം നിൽക്കാനായിട്ട് ഇടയായിത്തീരും. ക്രമമായ കുടുംബത്തിലെ ദൈവവചന പഠനം, കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുന്നത്, വ്യാജ വാർത്തകളെക്കുറിച്ചുള്ള ശരിയായതെന്ത് എന്നുള്ള തുറന്ന സംസാരങ്ങൾ, കുടുംബ മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളെ ഈ കാലത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഒന്ന്, നാം കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം അതുപോലെ വിശ്വസിക്കരുത്. സത്യം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. നാം പങ്കുവെക്കുന്നതിന് മുമ്പ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പരിശോധിക്കുക. 3, സത്യം പറയാനായിട്ട് തീർച്ചയായിട്ടും ധൈര്യമുണ്ടാകണം. 4, തെറ്റ് ചെയ്താൽ സമ്മതിക്കാനുള്ള വിനയം ഉണ്ടാകണം. ദൈവവചനത്തെ മാനദണ്ഡമാക്കി നമ്മുടെ കുടുംബങ്ങളെ നയിക്കുന്നതിന് ഇടയാകണം. നമ്മുടെ കുടുംബങ്ങളിലെ നമ്മോട് തന്നെ ഒരു ആത്മപരിശോധനയ്ക്കായിട്ട് ഈ ചോദ്യങ്ങൾ ഈ കാലത്തിൽ നമുക്ക് ചോദിക്കാം. എൻ്റെ കുടുംബത്തിൽ സത്യം പറയാൻ എല്ലാവർക്കും സുരക്ഷിതത്വമുണ്ടോ? സേഫാണോ? കേൾക്കുന്ന വാർത്തകൾ സത്യമാണ് എന്ന് നമ്മുടെ ഭവനത്തിൽ പരിശോധിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ ആണോ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത്? അതോ ദൈവവചനമാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തെ സ്നേഹിക്കാൻ പഠിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബം സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും മാതൃകയാണോ? ഈ കാലത്തിൽ, സത്യാനന്തര കാലത്തിൽ സത്യത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കാൻ ഇടയാകട്ടെ. സത്യാനന്തര കാലത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വിവരങ്ങളുടെ കുറവല്ല, പിന്നെയോ സത്യത്തിൻ്റെ കുറവാണ്. ക്രിസ്തീയ കുടുംബങ്ങളുടെ വലിയ വിളിയും അതുതന്നെയാണ്. സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ, സത്യം സംസാരിക്കാൻ, വിവേചന ബുദ്ധിയോടെ ചിന്തിക്കാൻ, സ്നേഹത്തോടെ ജീവിക്കാൻ,
അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ ദീപസ്തംഭങ്ങളാകും. തീർച്ചയായിട്ടും ഓരോ കുടുംബവും ഈ 3 തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇടയാകണം. സത്യസന്ധമായി ജീവിക്കാം. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും സത്യം പറയുന്ന ശീലം വളർത്താം. വിവേചന ബുദ്ധിയോടെ കേൾക്കുന്ന ഓരോ വിവരവും പരിശോധിച്ച ശേഷം മാത്രം വിശ്വസിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാം. കർത്താവിനെ നമ്മുടെ കുടുംബത്തിൻ്റെ സത്യത്തിൻ്റെ മാനദണ്ഡമാക്കാം. അവിടുത്തെ വചനത്തെ ജീവിതത്തിൻ്റെ ദിശാ സൂചികയാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ സത്യത്തിൽ നടക്കുന്നവരും സ്നേഹത്തിൽ വളരുന്നവരും വിവേചന ബുദ്ധിയോടെ ജീവിക്കുന്നതുമായ കുടുംബമാക്കണമേ. ഈ കാലത്തിൽ പോസ്റ്റ് ട്രൂത്ത് യുഗത്തിൽ നമ്മുടെ ഭവനം ക്രിസ്തുവിൻ്റെ സത്യത്തിൽ വെളിച്ചം പ്രകാശിക്കുന്ന ഒരു ദീപസ്തംഭമായി പ്രശോഭിക്കുന്നതിന് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.